കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏക്കറിന് 2 ലക്ഷം വരെ പാട്ടത്തുക, കിലോയ്ക്ക് ലഭിക്കുന്നത് 2500 രൂപ. അതിർത്തി കടന്നും ആൾക്കാർ ഇവിടേക്കെത്തുന്നു. ഏലത്തോട്ടങ്ങളിൽ കാശിറക്കി കാശ് വാരാൻ ഇതര സംസ്ഥാനത്തു നിന്നും നിക്ഷേപകർ നിരവധി. ഏലയ്ക്ക വിലയിൽ സ്ഥിരത കൈവന്നതോടെയാണ് അതിർത്തി കടന്നുള്ള പാട്ട കർഷകർ ഇടുക്കിയിലേക്ക് എത്തിത്തുടങ്ങിയത്. തമിഴ്നാടടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വൻകിടക്കാർ തോട്ടങ്ങളിൽ വ്യാപകമായി പാട്ടത്തിനെടുക്കാൻ തുടങ്ങിയത്. നിലവിൽ ഏലയ്ക്ക വില ശരാശരി 2400 രൂപ മുതൽ 2600 എന്ന നിലയിൽ തുടരുകയാണ്. വിലയിൽ ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ നിൽക്കുന്നതാണ് വീണ്ടും ഏലം മേഖലയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഇതോടെ വൻ തുക മുടക്കി തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുകയാണ് നിക്ഷേപകർ. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ പേർ പാട്ടക്കൃഷിക്കായി ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ എത്തുന്നത്. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഏക്കറിന് നൽകിയാണ് നിലവിൽ ഏലത്തോട്ടങ്ങൾ കർഷകർ പാട്ടത്തിനെടുക്കുന്നത്. തരിശു ഭൂമിയും 1 ലക്ഷം വരെയും വാർഷിക പാട്ടം നൽകി കൃഷിക്കായി ഏറ്റെടുക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിലും തമിഴ് ഭൂരിപക്ഷ മേഖലകളിലും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന കർഷകർ വ്യാപകമായി ഏലത്തോട്ടങ്ങൾ പാട്ടത്തിനെടുക്കുകയും വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. വൻകിട കർഷകരാണ് ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. ഉൾപ്രദേശത്തുള്ള ഭൂമിക്ക് പോലും ഏക്കറിന് 50 ലക്ഷം വരെ നൽകാൻ തയ്യാറായി തമിഴ്നാട്ടിൽ നിന്നും കർഷകർ എത്തുന്നുണ്ട്. കമ്പംമേട്ട്, വണ്ടംമേട് പരിസര പ്രദേശങ്ങളിലാണ് ഇത്തരം വ്യാപാരങ്ങൾ നടക്കുന്നത്. അതേസമയം നിലവിലത്തെ വില കണ്ട് പാട്ടത്തിന് ഏലത്തോട്ടങ്ങൾ എടുത്താൽ ലാഭം ഉറപ്പു പറയാനാകില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പാട്ടത്തിന് ഏലത്തോട്ടങ്ങൾ എടുത്ത കർഷകർ 2022 വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നു. ഏലം വില കൂപ്പുകുത്തിയതോടെയാണ് അന്ന് വൻ തുകയ്ക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർ പ്രതിസന്ധിയിലായത്. 2019 ഓഗസ്റ്റിൽ ഏലം വില കുത്തനെ ഉയർന്നിരുന്നു. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ 7000 രൂപ വരെയും ഏലയ്ക്ക കിലോയ്ക്ക് വില ലഭിച്ചു. കട്ടപ്പന കമ്പോളത്തിലും ശരാശരി 6000 രൂപയോളം വില ലഭിച്ചു. ഇതോടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പാട്ടത്തിനെടുത്ത് ഏലം കൃഷി ചെയ്യാനായി കർഷകർ ഹൈറേഞ്ചിലേക്ക് ഒഴുകി. തമിഴ്നാട്ടിൽ വട്ടപ്പലിശയ്ക്കെതിരെ നടപടി കർശനമായതോടെ പണം കയ്യിലുള്ള വട്ടപ്പലിശക്കാർ ഹൈറേഞ്ചിൽ വൻതോതിൽ ഭൂമി പാട്ടത്തിനെടുക്കുന്ന പ്രവണതയുണ്ടായി. ഇത് ഭൂമിയുടെ ആവശ്യകത വർദ്ധിക്കുകയും പാട്ടത്തുക ഉയരാൻ കാരണമായി. പിന്നീട് വില താഴ്ന്ന് ശരാശരി 950 എത്തിയിട്ടും ഉൽപ്പാദന ചെലവ് കുറഞ്ഞില്ല. മുൻ പരിചയമില്ലാത്ത കർഷകരുടെ തോട്ടങ്ങളിൽ രോഗകീടബാധ വർദ്ധിച്ചതും തിരിച്ചടിയായി. ഇതോടെ ഹൈറേഞ്ചിൽ ഏലത്തോട്ടം പാട്ടത്തിനെടുത്ത പലരും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് ഏലം കൃഷിക്ക് തിരിച്ചടിയാകുമെന്ന് ഭയപ്പെടുന്നത്. വേനൽ തുടങ്ങുമ്പോൾ തന്നെ പലയിടത്തും ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി. കടുത്ത വേനൽ ഏലച്ചെടികൾ ഉണങ്ങാൻ കാരണമാകും. ഇത് പാട്ടത്തിനെടുത്തവർക്ക് വലിയ നഷ്ടത്തിന് കാരണമായേക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.